ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മൾ സ്ത്രീകളിൽ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. ചില സമയത്തൊക്കെ ഫോൺ നമ്മളിതുപോലെ വെക്കുന്ന സമയത്ത് സേഫായിട്ട് നിൽക്കും. എന്നാൽ ഒട്ടുമിക്ക സമയങ്ങളിലും ഫോൺ താഴെ വീഴാറാണ് പതിവ്. ഇങ്ങനെ വീണ് ഫോണൊന്നും ഡാമേജ് ആവാതെ ഒട്ടും ക്യാഷ് മുടക്കില്ലാതെ ഒരു കിഡിലൻ ഫോൺ സ്റ്റാൻഡാണ് ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിത് എൻ്റെ ഫോണിൽ ഒരു വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോ പോസാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫോൺ സ്റ്റാൻഡ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ്. സാധാരണയായിട്ട് നമ്മളിതൊക്കെ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇതുപോലെയുള്ള ഒരു ബോട്ടിലും രണ്ട് റബ്ബർ ബാൻഡും ഉണ്ടെങ്കിൽ നമുക്ക് കിഡിലൻ ഫോൺ സ്റ്റാൻഡ് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു 2 റബ്ബർ ബാൻഡും ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി മക്കളുടെ വാട്ടർ ബോട്ടിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഓപ്പോസിറ്റിൽ വേറെ റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 റബ്ബർ ബാൻഡാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്റ്റിക്കർ ഞാനൊന്ന് മാറ്റി കൊടുക്കാണ്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനായിട്ട് ഏത് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിതാ സ്റ്റിക്കറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. മാത്രമല്ല ഒത്തിരി ക്യാഷ് മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ്. ഇനി നമുക്കിതിൽ ഫോണൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ വീഡിയോ പ്ലേ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് പോസ് അടിച്ചിട്ട് ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഒരു ഫോൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ 2 റബ്ബർ ബാൻഡും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് വേണം ഫോണ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നാലും നമുക്ക് ആ ഫോൺ സേഫായിട്ട് അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വീഡിയോസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒട്ടും ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ വീഡിയോസ് ഓടുന്നുമുണ്ട്. ഫോൺ മറിഞ്ഞു പോകണം ഇല്ല. മാത്രമല്ല നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് തിരിച്ചും മറിച്ചും എങ്ങനെ വെച്ചാൽ വെച്ച് കൊടുക്കാനും പറ്റും കേട്ടോ. ഇതുപോലെ വലിച്ചെറിയുന്നൊരു ബോട്ടിലും 2 റബ്ബർ ബാൻഡും ഉണ്ടെങ്കിൽ ഒട്ടും ഫോൺ താഴെ വീഴുന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സേഫായിട്ട് തന്നെ നമുക്ക് വീഡിയോസ് കാണാനും പറ്റും. ഇനി ഞാൻ ഈ ഒരു ഫോൺ സെറ്റ് ചെയ്ത് കാണിക്കുന്നത് മോൻ്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. അപ്പോൾ ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ഒറ്റൊരു റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ഇല്ല എങ്കിലും ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒറ്റ റബ്ബർ ബാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫോണിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആ റബ്ബർ ബാൻഡ് എത്തുന്ന വിധത്തിൽ വേണം കേട്ടോ നമ്മൾ ഫോൺ വെച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിലും ഇഷ്ടാനുസരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനും സേഫായിട്ട് ഫോൺ നിലനിർത്തിക്കൊണ്ട് തന്നെ വീഡിയോസ് കാണാനും പറ്റും. 2 റബ്ബർ ബാൻഡ് ഇടുന്നതാണ് ഒന്നുകൂടെ സേഫ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രായമായവർക്കും മക്കൾക്കും കാഴ്ച മങ്ങിയവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് 2ാമത്തെ ടിപ്പ്. നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരമായിട്ട് മെഡിസിൻ യൂസ് ചെയ്യുന്നവർ ഉണ്ടാവും. ഇതുപോലെ ഓരോ ക്യാപ്സുകൾ നമ്മൾ എടുക്കുന്ന സമയത്തും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. ഇതായിട്ട് നമ്മൾ മെഡിസിൻ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പാക്കിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒക്കെ ഇതുപോലെ പക്കയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ക്യാപ്സുകളിൻ്റെയൊക്കെ സ്ട്രിപ്പിലുള്ള കുഞ്ഞെഴുത്തുകളൊക്കെ കുറച്ച് കാഴ്ചയൊക്കെ മങ്ങലേറ്റവർക്ക് തിരിച്ചറിയാൻ നല്ല പാടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. നമുക്ക് ഏതിൻ്റെയാണോ എക്സ്പയറി ഡേറ്റ് അറിയേണ്ടത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് സൂം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പാക്കിംഗ് ഡേറ്റും ഒക്കെ നല്ല പോലെ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഒരു ഫോട്ടോ സൂം ചെയ്താലും മതിയാവും. എന്നാൽ ചില മെഡിസിനൊക്കെ നമ്മൾ വാങ്ങിയിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ
ആ ഒരു എഴുത്ത് മങ്ങി പോവാറുണ്ട്. അപ്പം നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നല്ല പാടായിരിക്കും. അത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കണ്ടോ ഈ മങ്ങിയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോ ആണ് ഞാൻ സൂം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൻ്റെ പാക്കിംഗ് ഡേറ്റ് ആയാലും എക്സ്പയറി ഡേറ്റ് ആയാലും ഒക്കെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പ്രായമായവർക്കും കാഴ്ചയ്ക്ക് മങ്ങലേറ്റവർക്കും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഒരുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ ടിപ്പാണ്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പപ്പായുടെ ഇലയാണ് കേട്ടോ. ഈ ഒരൊറ്റ ഇല മതി നമുക്ക് വീട് മുഴുവൻ ക്ലീനാക്കി എടുക്കാനും അതുപോലെ തന്നെ കൊതുക്, പാറ്റ, പല്ലി ഇവയൊക്കെ ഓടിക്കാനും ഇതന്നെ മതി കേട്ടോ. ഞാനിതിന് മുമ്പേ ആ ഒരു ക്ലീനിങ് ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ട് നോക്കുക. പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്ക് മഴക്കാലത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൂപ്പർ ഐഡിയ തന്നെയാണ്. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഒരു പപ്പായയുടെ ഇല കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ഇല മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് ഒരു കുഞ്ഞ് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഒരുപാട് ഓയിൽ വേണ്ട, വളരെ കുറച്ച് ഓയിൽ മാത്രം മതി നമുക്ക്. ഒരു ഇല വെച്ചിട്ട് ഒരു തവണ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്കത് കേടുകൂടാതെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു സമയമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിട്ടുള്ള പപ്പായയിലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഓയിലിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അതിലേക്ക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഒട്ടും വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു ഇല മാത്രം അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പപ്പായയിലയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഓയിലിൻ്റെ കളറൊക്കെ മാറി ഗ്രീനിഷ് കളർ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു പപ്പായയിലയുടെ പേസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു തരിയായിട്ടുള്ളതുണ്ടല്ലോ, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മളിത് ചൂടാക്കി എടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലിൻ്റെ കളറൊക്കെ നല്ല പോലെ പച്ച കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 1-2 മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു വശത്തേക്ക് മാറ്റിയിട്ട് ഈ ഒരു ഓയിൽ മാത്രം ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ബോട്ടിലേക്ക് തന്നെ ആക്കി കൊടുക്കുകയായിരിക്കും ഒന്നുകൂടെ നന്നാവുക. കാരണം ഇത് മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനൊരു കുഞ്ഞ് കപ്പിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ തണുത്ത് ചൂടാറിയിട്ടുണ്ട്. ആ ഒരു ഓയിലിൻ്റെ കളറൊക്കെ നല്ലൊരു ഗ്രീൻ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഓയിൽ മഴക്കാലത്തൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് വളംകൊടി കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ. ആ ഒരു സമയത്ത് നമ്മൾ കാൽവിരലുകൾക്കിടയിലൂടെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വളംകൊടി കൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് കൊതുകൊക്കെ കുത്തിക്കഴിഞ്ഞാൽ അലർജി ഉള്ളവർക്കൊക്കെ നന്നായിട്ട് തണുത്ത് പൊങ്ങാറുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ നമ്മളിതുപോലെ ഈ ഒരു ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചൊറിച്ചിലും ആ ഒരു തണുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഒരു തവണ നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്കിത് യൂസ് ചെയ്യാം. നമ്മൾ കീപ്പ് ചെയ്യുന്നത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ കീപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പപ്പായയുടെ ഇല എടുക്കുമ്പോൾ നന്നായിട്ട് മൂത്തിട്ടുള്ള ഇല തന്നെ വേണം എടുക്കാനായിട്ട്. ഈ എല്ലാ ദിവസവും നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ യൂസേജ് കൂടി ഈ ഒരു ഓയിലിനുണ്ട്. അപ്പോൾ ഞാനിതൊരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതുപോലെ ഒരു തിരിയാക്കി എടുക്കുകയാണ് കേട്ടോ. സന്ധ്യ സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ഒരു ജീവി തന്നെയാണ് കൊതുക്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയാലും കൊതുകിൻ്റെ ശല്യം വല്ലാതെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കൊതുക് തിരി അതല്ലെങ്കിൽ ലിക്വിഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാതെ തികച്ചും നാച്ചുറലായിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് കൊതുകിനെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു കുഞ്ഞ് ചിരട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു തിരിയൊന്ന് വെച്ചിട്ട്
ആ ഒരു ഓയിൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ സന്ധ്യാസമയങ്ങളിലുള്ള കൊതുകിൻ്റെ ശല്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.